ഇനി അരമണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് വേണ്ടി. എന്തായാലും കേരളം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരു ഭരണമാറ്റമാണോ അതോ ഭരണ തുടർച്ചയാണോ ഉണ്ടാകാൻ പോകുന്നത് എന്ന്. ഇനിയുള്ള നിമിഷങ്ങൾ ആകാംക്ഷയുടേതാണ്. എന്തായാലും നേതാക്കൾ മിക്കവരും തന്നെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞു. ഇവിടെ ഒരു ഭരണമാറ്റത്തിന്റെ കാറ്റ് വീശുന്നു എന്ന രീതിയിലുള്ള പ്രതികരണം കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന്, UDF ക്യാമ്പുകളിൽ നിന്ന് കിട്ടിത്തുടങ്ങി. അതേസമയം അവസാന നിമിഷം വരെ പ്രതീക്ഷയിലാണ് LDF അല്ലെ. ഇതുപോലെ കാത്തിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ സമീപകാല തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. കാരണം അത് നൽകുന്ന ഒരു മുഖം പലപ്പോഴും നമുക്കറിയാം. ഒരു ഭരണമാറ്റം സ്വാഭാവികമാണ്, പ്രതീക്ഷിക്കപ്പെടുന്നതാണ്. ഇത്തവണ എക്സിറ്റ് പോളുകളുടെ പ്രവചനം പലപ്പോഴും UDF-ന് അനുകൂലമാണെങ്കിലും വിട്ടുകൊടുക്കുവാനായിട്ട് LDF ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അവർ പറയുന്നത് അവസാന നിമിഷം വരെയും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്നാണ്. നേതാക്കൾ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ ചില സ്ഥാനാർത്ഥികൾ ഇതിനകം തന്നെ തോൽവി സമ്മതിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും LDF ക്യാമ്പ് ഇപ്പോഴും പ്രതീക്ഷയിലാണ്. അവസാന നിമിഷം ചില നീക്കങ്ങൾ അവർക്ക് ഗുണകരമായി വന്നിട്ടുണ്ട്. ഒരു മാജിക് നമ്പറിലേക്ക് 71 കഷ്ടിച്ചെത്താമെന്നുള്ള പ്രതീക്ഷ LDF ക്യാമ്പിനുണ്ട്. പക്ഷേ പൊതുവേ UDF ആണ് ആത്മവിശ്വാസത്തിൽ നിൽക്കുന്നത്. അത് ആ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ കിട്ടുന്നുമുണ്ട്. സ്ട്രോങ് റൂമുകൾ തുറക്കുകയാണ് പലയിടങ്ങളിലും. വോട്ടെണ്ണൽ നടപടികളിലേക്ക് പോവുകയാണ്. എനിക്ക് തോന്നുന്നു 8-10 ആവുമ്പോഴേക്കും ആദ്യ സൂചന നൽകുവാൻ സാധിക്കും. 53,000 പരം പോസ്റ്റൽ വോട്ടുകളാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. പക്ഷേ ഇന്നലെ വരെ കണക്കനുസരിച്ച് 20,000 പരം പോസ്റ്റൽ വോട്ടുകൾ തിരികെ വന്നിട്ടുണ്ട്. ഇന്ന് 8 മണി വരെയുള്ള കണക്കുകളും അവരെടുക്കും. 8 മണി വരെയുള്ള പോസ്റ്റൽ വോട്ടുകളും സ്വീകരിക്കും. അതുകൂടി കൗണ്ടിങ്ങിൽ ഉൾപ്പെടുമെന്നതാണ് സാഹചര്യം. ഇത്തവണ മഞ്ജുഷ് ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് രത്തൻ ഖേൽക്കർ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കൗണ്ടിങ് താമസിച്ചാലും കുഴപ്പമില്ല, കൃത്യത ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അല്പം ഒരു വൈകൽ ഒരു പക്ഷേ ഉണ്ടായാലും അത്ഭുതമില്ല. ചിലയിടങ്ങളിലൊക്കെ 14 ടേബിളുകൾ ഇല്ല, അതങ്ങനെ വേണം എന്നുള്ളൊക്കെയുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് കൗണ്ടിങ് ഏജന്റുകളും ഒക്കെ എന്ന് പറയുമ്പോഴും. പക്ഷേ ചിലയിടങ്ങളിൽ 12 ടേബിളുകളേ ഉള്ളൂ. അതായത് ഒരു റൗണ്ട് എന്ന് പറയുമ്പോൾ 12 ബൂത്തുകളിലെ എണ്ണുവാനേ സാധിക്കുകയുള്ളൂ. പക്ഷേ മറ്റു ചിലയിടങ്ങളിൽ 14 ബൂത്തുകളിലെ ഒരേ സമയം എണ്ണുവാൻ കഴിയും. എന്തായാലും അങ്ങനെയൊക്കെ വന്നാൽ പോലും ഇപ്പോൾ എത്ര താമസമുണ്ടായാൽ പോലും 11 മണിക്ക് മുൻപ് തന്നെ കേരളം ആര് ഭരിക്കുമെന്നുള്ളതിന്റെ ഒരു വ്യക്തമായ സൂചന വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തോന്നുന്നു 2011 സമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. അന്ന് അവസാന നിമിഷം വരെ ആകാംക്ഷയുടേതായിരുന്നു. ചെറിയ ചെറിയ വോട്ടുകൾക്കായിരുന്നു അന്ന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭരണം എങ്ങോട്ട് പോകുമെന്നുള്ള ഒരു ആകാംക്ഷയുണ്ടായിരുന്നു. അതേ രീതിയിലേക്ക് വന്നാൽ നന്നായിരുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ ഈ വോട്ടെണ്ണലിന്റെ ഓരോ നിമിഷവും ആവേശത്തോടു കൂടി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ കഴിയും. ഇന്നലെ PV അൻവർ ബേപ്പൂരിൽ നിന്നിട്ട് ഒരു പോസ്റ്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം, ആദ്യ റൗണ്ടുകൾ എണ്ണി തുടങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ നിങ്ങൾ നിരാശപ്പെടരുത്, ഞാൻ പിന്നിലായിരിക്കും. അവസാന റൗണ്ടിലേക്ക് വരുമ്പോൾ ഞാൻ മുന്നിലേക്ക് വരും. ഇങ്ങനെ ഇതിൻ്റെ ഒരു ട്രെൻഡ് സ്വഭാവം അടക്കം പറഞ്ഞു കൊടുത്തുകൊണ്ടുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് ഈ കൗണ്ടിംഗ് പാറ്റേണിൽ എല്ലാവരും നേതാക്കൾ. ഏത് പഞ്ചായത്താണ് അല്ലെങ്കിൽ ഏത് മുനിസിപ്പാലിറ്റിയാണ് ആദ്യം എണ്ണുന്നത് എന്ന രീതിയിലുള്ള ആകാംക്ഷ അതാത് പ്രദേശത്തെ ആളുകൾക്കുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ ഈ കോർപ്പറേഷന്റെ പരിധിയിലുള്ള മണ്ഡലങ്ങളിൽ നിയമമായിരിക്കും ഏറ്റവും ആവേശകരം. അത് പൂജപ്പുര എന്നുള്ള സ്ഥലമാണ്. പൂജപ്പുരയാണ് ആദ്യം എണ്ണാൻ പോകുന്നത്. അപ്പോൾ അവിടെ BJPക്ക് എഡ്ജുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ തന്നെ തുടക്ക സമയത്ത് സ്വാഭാവികമായിട്ടും നേമത്ത് BJP മുന്നിൽ കയറും. പിന്നെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന സമയമാകുമ്പോഴേക്കും UDF-ന് സ്വാധീനമുള്ള മേഖലകളും LDF-ന് സ്വാധീനമുള്ള മേഖലകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം ലീഡ് ചെയ്താൽ പോലും ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ, അത് നേമത്തെ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും, ഇത്ര വോട്ടുകൾക്ക് ലീഡ് ചെയ്താൽ പോലും ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ ഇല്ലേ ചില മുന്നണികൾ വെച്ച് പുലർത്തുന്നു. അതുകൊണ്ടാണ് അത് ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകതകളാണ്. ഈ നേമത്തെ പ്രത്യേകത, നേമത്തെ ന്യൂനപക്ഷ പോക്കറ്റുകൾ, മുസ്ലിം വോട്ടുകളുടെ പോക്കറ്റുകളിലേക്ക് വരുമ്പോഴാണ് ഒരു ചേഞ്ചിങ് സ്വഭാവം പ്രകടമാകുക. പാലക്കാട് അങ്ങനെയാണല്ലോ. അവസാന നിമിഷം വരെ ലീഡ് നേടിയാൽ പോലും BJPയെ മറികടക്കുന്ന പ്രകടനം കാഴ്ചവെക്കുവാനായിട്ട് UDF-ന് കഴിയുന്നത് പാലക്കാട് പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെയാണ്. വോട്ടെണ്ണുന്ന സമയത്ത് ന്യൂനപക്ഷ കേന്ദ്രീകൃത പഞ്ചായത്തുകളാണ്. അവിടെ കൺസോളിഡേഷൻ ഉണ്ടായി UDF ജയിക്കുന്ന ഒരു സാഹചര്യം ഈ ശ്രീധരന്റെ പരാജയം സൂചിപ്പിച്ചതാണ്. അത് പാലക്കാട് അങ്ങനെ എല്ലായിടത്തും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഇതേ സ്ഥിതി തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ ലീഡുകൾ പലപ്പോഴും മറിയും. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. എന്തായാലും ഇപ്പോൾ വോട്ടെണ്ണലിനുള്ള നടപടിക്രമങ്ങൾ അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ചിലയിടങ്ങളിൽ താമസിച്ചേക്കാം. നേരത്തെ വയനാടൊക്കെ കണ്ടു, സ്ട്രോങ് റൂം നേരത്തെ തന്നെ തുറന്നിരുന്നു അല്ലെ.
വയനാട് സ്ട്രോങ് റൂം നേരത്തെ തുറന്നു. എന്തായാലും 7 മണിക്ക് മുതൽ സ്ട്രോങ് റൂം തുടങ്ങുമെന്നാണ് പറഞ്ഞത്. പക്ഷേ വയനാടൊക്കെ സുൽത്താൻ ബത്തേരിയിലൊക്കെ നേരത്തെ തുറന്നിട്ടുണ്ട്. എന്തായാലും ആ പ്രിപ്പറേഷൻ പൂർത്തിയായി. ഇത്തവണ ഈ പരാതികൾക്ക് ഒത്തിരി സാധ്യത ഉള്ളതിനാൽ അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ നേരത്തെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പറവൂരിലെ പോസ്റ്റൽ ബാലറ്റിന്റെ കൗണ്ടിംഗ് ഹാളാണ് ഈ കാണുന്നത്. പോസ്റ്റൽ ബാലറ്റിന്റെ കൗണ്ടിങ്ങിനായിട്ട് പ്രത്യേക ടേബിൾ അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. വോട്ടിംഗ് യന്ത്രങ്ങൾ മറ്റ് ടേബിളുകളിലാണ്. ചില വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ 14 ടേബിളുകളാണ് ഇതിനായി ക്രമീകരിച്ചിരിക്കുന്നത് വോട്ടെണ്ണലിനായി. അതായത് 14 ബൂത്തുകളിലെ വോട്ടെണ്ണൽ ഒരേ സമയത്ത് നടക്കുന്ന രീതിയിലുള്ള ക്രമീകരണമാണ് വരുന്നത്. ചിലയിടങ്ങളിൽ 180 ബൂത്തുകളായിരിക്കും, 190 ഉള്ള ബൂത്തുകളുണ്ട്, 200-ലേറെ ബൂത്തുകൾ ഉള്ള മണ്ഡലങ്ങളാണ് സ്വാഭാവികമായിട്ടും കൂടുതൽ വരുന്നത്. അതുകൊണ്ട് ഏകദേശം ഒരു 16 മുതൽ 20 വരെ റൗണ്ടുകൾ വേണ്ടി വരും ഇങ്ങനെ വോട്ടെണ്ണൽ പൂർത്തിയാക്കുന്നത്. ഇതുവരെ പരവൂരിലെ സ്വന്തം മണ്ഡലത്തിലിരുന്ന് കൗണ്ടിങ് കണ്ടിരുന്ന വി.ഡി. സതീശൻ ഇത്തവണ എന്തായാലും തിരുവനന്തപുരത്ത് കന്റോൺമെന്റ് ഹൗസിലുണ്ട്. കോൺഗ്രസിന്റെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മുഖ്യമന്ത്രി ഒഴികെയുള്ള പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇന്ന് തലസ്ഥാനത്തുണ്ട് എന്ന പ്രത്യേകത കൂടിയുണ്ട്. മുഖ്യമന്ത്രി നാളെ മന്ത്രിസഭായോഗം വിളിച്ചിട്ടുണ്ട്. സ്വാഭാവിക നടപടിക്രമങ്ങളാണ്. നാളത്തെ മന്ത്രിസഭായോഗം അവസാനത്തെ സർക്കാരിന്റെ കാലാവധി പൂർത്തിയായെന്നുള്ള അറിയിക്കാനുള്ള മന്ത്രിസഭായോഗമാണ്. ആ മന്ത്രിസഭായോഗം തുടർച്ചയാണോ അതല്ലെങ്കിൽ അവിടുത്തെ അവസാനമാകുമോ എന്ന വളരെ ആദ്യം തുടക്ക സമയത്ത് കേരളം ആര് ഭരിക്കും എന്നുള്ള രീതിയിലേക്കുള്ള ആകാംക്ഷയാണ് വരുന്നതെങ്കിൽ അതിനുശേഷം ആരായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന രീതിയിലേക്ക് ഈ ചോദ്യങ്ങൾ മാറും. ആര് ഭരിക്കും എന്നതിന് ഉത്തരം കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 9 മണി കഴിയുമ്പോഴേക്കൊക്കെ ഒരു ട്രെൻഡിന്റെ രൂപത്തിൽ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അവിടെ ഒരു തരംഗമാണെങ്കിൽ ആ സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഈ വോട്ടെണ്ണലിലൂടെ തന്നെ കിട്ടിത്തുടങ്ങും. അത് നമ്മുടെ സ്ക്രീനിൽ തന്നെ വ്യക്തമാകും. തരംഗമാണെങ്കിൽ അതിങ്ങനെ ഒരു മഞ്ഞയോ ചുവപ്പോ നീലയോ ആയി മാത്രം കേന്ദ്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അത് പ്രേക്ഷകർക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. നമുക്കൊന്ന് തൃശ്ശൂരേക്ക് വേഗത്തിലൊന്ന് പോയി വരാം. നവമി ദിനേശുണ്ട്. നവമി, തൃശ്ശൂര് ഇടതുപക്ഷത്തിന് ഈ തരംഗമുണ്ടായാലും പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ജില്ലയാണ്. പക്ഷേ തൃശ്ശൂർ മണ്ഡലം പോലെ അങ്ങേയറ്റം ത്രികോണ മുഖമുള്ള ഒരു ഇടം കൂടിയുണ്ട്. എന്താണ് അവിടുത്തെ തയ്യാറെടുപ്പുകൾ? സജിത്ത്, മഞ്ജുഷ്, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു ആവേശം നിറഞ്ഞ് നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ദിവസത്തേക്ക് എത്തി നിൽക്കുമ്പോൾ അത്യധികം ആവേശം തന്നെയാണ് തൃശ്ശൂർ ജില്ലയിലും കാണുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് 13 മണ്ഡലങ്ങളിൽ 12 മണ്ഡലങ്ങളും LDFന് അനുകൂലമാണ്. ഒരു എത്ര വലിയ തരംഗം വന്നു കഴിഞ്ഞാലും പിടിച്ചു നിൽക്കും CPM എന്ന കമ്മ്യൂണിസ്റ്റ് ഉറച്ചു നിൽക്കുമെന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് തൃശ്ശൂർ ജില്ല. ഇതിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജാണ്. ഇവിടെ 5 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലായിരിക്കും നടക്കുക. ചേലക്കര, വടക്കാഞ്ചേരി, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക. അവിടെ സ്ട്രോങ് റൂം തുറന്നിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മറ്റത് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജാണ്. അവിടെ കുന്നംകുളം, മണലൂർ എന്നീ മണ്ഡലങ്ങളുടെയും വോട്ടുകളായിരിക്കും എണ്ണുക. എന്തായാലും 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ഏകദേശം ഒരു 10-11 മണിയോടുകൂടി തന്നെ നമുക്ക് ഏകദേശം ഒരു എന്താണ് മണ്ഡലത്തിന്റെ ഒരു സ്ഥിതി എന്നൊക്കെ അറിയാൻ സാധിക്കും. അതിൽ നമ്മൾ ഒറ്റുനോക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ത്രികോണ മത്സരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വലിയ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 3 മണ്ഡലങ്ങളാണുള്ളത്. അതിലൊന്ന് തൃശ്ശൂർ മണ്ഡലം തന്നെയാണ്. 2 തവണ കൈപ്പത്തിക്ക് വേണ്ടി ഇറങ്ങിയ പത്മജ ഇത്തവണ BJPക്ക് വേണ്ടി ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയായി നമുക്ക് പറയാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.